എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം ഒന്ന്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള എല്ലാ തിരുവെഴുത്തുകളും അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ നിവർത്തിയായി. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം രണ്ട്, സാത്താൻ സമ്പൂർണമായി അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം മൂന്ന്, യഹൂദനും പുറംജാതിക്കും ഇടയിലുള്ള വേർപാടിന്റെ നടുച്ചുവര് അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ അവിടുന്ന് ഇടിച്ചു കളഞ്ഞു. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം നാല്, പിതാവിങ്കലേക്ക് അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ ധാരാളമായി നമുക്ക് പ്രവേശനം ലഭിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം അഞ്ച്, മരണത്തിന്റെ കർത്തൃത്വം അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ എന്നേക്കുമായി അവസാനിപ്പിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം ആറ്, അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ മരണത്തിന്റെ മഹാഭീതി എന്നേക്കുമായി മാറിപ്പോയി. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം ഏഴ്, അവിടുത്തെ ക്രൂശ് മരണത്താൽ യേശു ക്രിസ്തു ബലഹീനനായില്ല, തകർന്നവനായില്ല, തികഞ്ഞവനായി മാറി. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം ഏഴ്, അവിടുത്തെ ക്രൂശിലെ മരണത്തിലൂടെ സകല പാപത്തിനും ശാശ്വതമായ പരിഹാരം അവിടുന്ന് വരുത്തി. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം ഒൻപത്, മനുഷ്യനും ദൈവവും തമ്മിൽ അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ ശാശ്വതമായ നിരപ്പ് വരുത്തി. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കാരണം പത്ത്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള മരണശിക്ഷ യേശു ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്തിലൂടെ അനുഭവിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നു? കാരണം 11, മനുഷ്യവർഗത്തെ അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങി നിത്യമായി വിടുവിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നു? അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ മഹാദൈവത്തിന്റെ നീതി എന്നേക്കുമായി നിറവേറപ്പെട്ടു. എന്തുകൊണ്ട് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നു? കാരണം 13, പഴയ പ്രമാണം മായിച്ചു കളയുകയും പുതിയ നിയമത്തെ അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ അവിടുന്ന് ശാശ്വതമായി ഉറപ്പിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? അവിടുന്ന് സൗഖ്യദായകൻ, അവിടുന്ന് സമാധാനദായകൻ, അവിടുന്ന് ശാപമോക്ഷകൻ, അവിടുന്ന് പാപപരിഹാരകൻ, അവിടുന്ന് ഏകരക്ഷകൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിലെ സകല മഹാന്മാരും മരണം കൊണ്ട് എന്നേക്കുമായി അസ്തമിച്ചപ്പോൾ പ്രപഞ്ചത്തിന്റെ എണ്ണമറ്റ ഭാഗങ്ങളിൽ പ്രപഞ്ചത്തെ സ്വാധീനിച്ച മഹാന്മാരുടെ മഹാസാമ്രാട്ടക്കട കല്ലറകൾ ഇന്ന് രാത്രിയിലും പായൽ മൂടി നിശബ്ദമായി അടഞ്ഞു കിടക്കുമ്പോൾ, മരിച്ചുവെങ്കിലും കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രഭാവമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, മറ്റൊരുത്തരിലും രക്ഷയില്ല. മനുകുലം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം മാത്രം, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തോട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.